ഭരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസമുണ്ടാവും. പക്ഷെ അപ്പൻ ആനപ്പുറത്താണ് പറഞ്ഞ മകൻ്റെ കുണ്ടിയിൽ തഴമ്പുണ്ടാവില്ല. ഈ ലീഡർ എന്നുള്ള പേര് കൊണ്ടുവന്നത് EK നായനാരാണ്. അർത്ഥമായ പേരാണ്. ആ ലീഡർ എന്നുള്ള പേര് നിലനിന്നു. അജ്മൽ കസബ് താജ് ഹോട്ടലിൽ ബോംബ് വെച്ചപ്പോൾ ഇയാളെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ പാലക്കാട്ടിൽ കേരളത്തിലത്തെ ഒരു പണ്ടാരിയാണ്. 15 കൊല്ലം MP ആയിരുന്ന ആളാണ്. ഒരു MLA ആകാൻ പറ്റിയില്ല. താൻ എണീച്ചാലുണ്ടല്ലോ, എണീക്കാൻ പറ്റണ്ടേ, മുണ്ടിയാണ്. ഗ്ലാമറില്ല, പാർട്ടീൻ്റെ നെടും തൂണാണ് അയാൾ. പറ്റേറിയല്ല, ജനങ്ങളോടുള്ള പെരുമാറ്റം മോശം. ഇയാൾ MP ആയിരിക്കുന്ന സമയത്ത് ബോംബെയിൽ താജ് ഹോട്ടലിലാണ് താമസം. പാകിസ്ഥാൻ പണ്ടേ പട്ടിണിയാണ്, എന്നിട്ടവർ ഹുങ്ക് വിടുന്നില്ല. പാലക്കാട് ആര് ജയിക്കും? പാലക്കാട് LDF ജയിക്കോ, UDF ജയിക്കോ, BJP ജയിക്കോ? പാലക്കാട് വന്നിട്ട് UDF-നാണ് ചാൻസ്. മൊത്തത്തിൽ കേരളത്തിൽ LDF-നാണ് ചാൻസ്. LDF-നാണ് ഭരിക്കാനുള്ള ചാൻസ്. എങ്കിൽ കൂടെ പാലക്കാട് വന്നിട്ട് UDF-നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ചാൻസും അങ്ങനെയാണ്. ശോഭാ സുരേന്ദ്രൻ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് വരും. വരും. അതിന് സംശയമൊന്നുമില്ല. എന്നാലും UDF പിന്നെ കേരളത്തിൽ LDF തന്നെ വരുമെന്ന് പറയാൻ കാര്യം എന്തോ? എന്താ പറഞ്ഞാൽ UDF വന്നിട്ട് ഒന്നും നടക്കൂല, എല്ലാം മുരടിച്ച് കിടക്കുകയാണ്. അവർക്ക് ആ ഷർട്ട് മാത്രമേ ഉള്ളൂ, കീശയിലൊന്നുമില്ല. പിന്നെ ആര് കൊടുക്കാനാണ്? അടിയൊന്നും തുടങ്ങൂല. പക്ഷെ ഭരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസമുണ്ടാവും. പക്ഷേ UDF വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, മുരളീധരനാണോ, ആരായിരിക്കും? മുരളീധരൻ ഒരിക്കലും വരില്ല. മുരളീധരൻ ജയിക്കുന്ന കാര്യം സംശയമാണ്. UDF-ന് UDF-കാരെ തോൽപ്പിക്കും. അത് അന്ന് ആ തെറ്റിപ്പോയതിന് ശേഷം ജയിച്ചിട്ടില്ല. കരുണാകരനും കൂട്ടും കൂടെ പോയില്ലേ, മാർക്സിസ്റ്റ് പാർട്ടി ചേരി പോയില്ലേ. പിന്നെ വട്ടിയൂർക്കാവ് പിന്നെ അത് ജയിപ്പിച്ചാണ്. പറഞ്ഞ് തോറ്റ് അവസാനം കയ്യും കാലൊക്കെ പിടിച്ച് ജയിപ്പിച്ചതാണ്. പിന്നെ ജയിക്കണമെങ്കിൽ അടിത്തറയുള്ള പാർട്ടിയാണ്. മലപ്പുറത്ത് അവിടെ കോൺഗ്രസിൽ ഒരിക്കൽ ജയിപ്പിച്ചില്ലേ, കോഴിക്കോട് മുനീറിനെ മാറ്റിയിട്ട്. മുരളീൻ്റെ മോനാണ്, മുനീറുവിൻ്റെ മോനാണ് പറഞ്ഞിട്ട് അങ്ങനെ പോയി ജയിപ്പിച്ചാണ്. കോൺഗ്രസ് അപ്പോഴും തോൽപ്പിക്കും പറഞ്ഞിട്ട് കോഴിക്കോട് ജയിച്ചു. പിന്നെ കുറേ തോറ്റ് അതിന് ശേഷമാണ് വട്ടിയൂർക്കാവിൽ അവർ ജയിപ്പിച്ച്. 2 കൂട്ടരും AU Iയും കൂടെ ചേർന്ന് ജയിപ്പിച്ചു. തൃശ്ശൂരിൽ തോറ്റില്ലേ? തൃശ്ശൂർ ആരാ ജയിച്ചിരിക്കുന്നത്? BJP-യാണ്, മാർക്സിസ്റ്റ് കൂടിയല്ല. സുരേഷ് ഗോപിയാണല്ലോ ജയിച്ചിരിക്കുന്നത്. അത് നല്ല വോട്ട്. 70% ക്രിസ്ത്യാനികളാണ്, 30% ഉള്ളോടങ്ങനെ. അതായത് കരുണാകരൻ പറഞ്ഞ കരുണാകരൻ്റെ ക്വാളിറ്റി വേറെ. അപ്പൻ ആനപ്പുറത്താണ് പറഞ്ഞ മകൻ്റെ കുണ്ടിയിൽ തഴമ്പുണ്ടാവില്ല. നന്നായി മനസ്സിലാക്കണം. അയാൾ 17 MLA-മാരിനെ വെച്ചിട്ട് നാട് ഭരിച്ച ആളാണ് കരുണാകരൻ. EMS-ൻ്റെ കാലത്ത് EMS-ന് ഭരിക്കാൻ പറ്റാണ്ട്, ശമ്പളം കൊടുക്കാൻ പറ്റാണ്ട്, നീ ഇങ്ങോട്ട് മാറി, നാം ഭരിച്ച് കാണിച്ചു തരാമെന്ന് കരുണാകരൻ പറഞ്ഞു. നീ സപ്പോർട്ട് ചെയ്യണം. ആ 17 MLA-നെ വെച്ചിട്ട് ഈ നാട്ടിനെ ഭരിച്ചിട്ട് കടമൊന്നും ഇല്ലാണ്ടാക്കി. അതൊരു കഴിവാണ്, ചാണക്യൻ ബുദ്ധിയാണ്. ആ ബുദ്ധി കരുണാകരനക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ലീഡറാക്കിയത്. ഈ ലീഡർ എന്നുള്ള പേര് കൊണ്ടുവന്നത് EK നായനാരാണ്. അർത്ഥമായ പേരാണ്. ആ ലീഡർ എന്നുള്ള പേര് നിലനിന്നു. ഇപ്പോഴും വണ്ടി ഓട്ടുന്നത് പിണറായിയാണ്. അപ്പോൾ മറ്റുള്ളവർ ബാക്കിലിരുന്ന് വണ്ടി ഓട്ടിയ ഓടൂല. എന്ത് തന്നെ ബാധ്യതകൾ ഉണ്ടെങ്കിലും ആ വണ്ടി ഓടിയും കൊണ്ടേയിരിക്കണം. പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോണ വണ്ടി കോഴിക്കോട് തന്നെയാണ് പോണത്, മാറിപ്പോണില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ആര് വന്നിട്ട് ആ വണ്ടി എടുത്ത് ഓട്ടിയാലും ഫെയർ പാഴ്സികളൊക്കെ കട്ടപ്പുറത്ത് ഒന്നും നടക്കൂല. അപ്പം 5 പരിപാടി അവർ വികസനം പറഞ്ഞു. UDF അധികാരത്തിൽ വന്ന 5 കാര്യം പറഞ്ഞു. ഈ 5 കാര്യത്തിലും 4 പോക്കാണ്. ഒന്ന് മാത്രം, എന്തിന് ഞങ്ങളുടെമാരുടെ കളവന്മാരിനെ പിടിക്കാൻ 3000 റുപ്യ ക്ഷേമ പെൻഷനാക്കിയിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ അങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടുമല്ലോ പറഞ്ഞ് നോക്കുകയാണ്. എന്താ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ആൾക്കാർക്ക് മാത്രമല്ല പെൻഷൻ കൊടുക്കുന്നത്, UDF-ലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്, BJP-യിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്, ലീഗിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്. എതിർചേരിയിലുള്ള എല്ലാവർക്കും അച്ഛനമ്മമാർക്കും
ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അയാളത് തുടർന്ന് കൊണ്ടുപോകണം. കയ്യിലുണ്ടായിട്ടല്ല, ഒക്കെ റൊട്ടേഷൻ. അവിടുന്ന് വാങ്ങി അവിടെ കൊടുത്ത്, അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത്, അങ്ങനെ വണ്ടി ഓടുന്നുണ്ട്, ഓടിയും കൊണ്ടേയിരിക്കുന്നുണ്ട്, നിന്നിട്ടില്ല. നിർത്താൻ ഇവർ ഒരുപാട് ശ്രമിച്ചു, നിൽക്കണില്ല. എത്ര സമരങ്ങൾ നടത്തി, ഒരു സമരവും വിജയിച്ചിട്ടില്ല, വിജയിക്കൂല. ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ സീറ്റ് കുറച്ച് പോകുകയായിരിക്കും. 99 സീറ്റ് നിലവിലുണ്ട്. ഒരു സീറ്റ് വന്നിട്ട് അത് പാലയിൽ കളഞ്ഞു കുളിച്ചതാണ്. ഈ 99 സീറ്റിൽ ഏറിക്കഴിഞ്ഞൊരു 10 സീറ്റ് കമ്മിയാകുമായിരിക്കും, അല്ലാതെ ഭരണം നഷ്ടപ്പെടില്ല. എന്തുകൊണ്ടാണ് ഈ കാറ്റെന്താ പാലക്കാടില്ലാത്തത്? ഈ പറയുന്ന കാറ്റെന്താ പാലക്കാടില്ലാത്തത്? പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് ഇവിടെ ഇങ്ങനെ കൃഷ്ണദാസ് പറഞ്ഞ ഒരു MP നാസാക്കി. 15 കൊല്ലം MP ആയിരുന്ന ആളാണ്, ഒരു MLA ആകാൻ പറ്റിയില്ല. ഗ്ലാമറിൻ്റെ പാർട്ടീൻ്റെ നെടും തൂണാണ് അയാൾ. പത്തേറിയല്ല, ജനങ്ങളോടുള്ള പെരുമാറ്റം മോശമായി. ആശുപത്രിയിലുള്ള ആ നേഴ്സിനെയൊക്കെ പിടിച്ച് തല്ലുക. ഇയാൾ MP ആയിരിക്കുന്ന സമയത്ത് ബോംബെയിൽ താജ് ഹോട്ടലിലാണ് താമസം. ഇതൊക്കെ പുറത്ത് വന്നു. അജ്മൽ കസബ് താജ് ഹോട്ടലിൽ ബോംബ് വെച്ചപ്പോൾ ഇയാളെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ പാലക്കാട്ടിൽ കേരളത്തിലത്തെ ഒരു പണ്ടാരിയാണ്, കൃഷ്ണദാസിനെ. ബാബു ചാക്കിലിട്ട് കെട്ടിവെക്കുകയും നമ്മളെ മനസ്സിലാക്കാം. അപ്പോൾ 15 കൊല്ലം അയാൾ MP ആയി ഇരുന്ന ആൾക്ക് ഇവിടെ ഒരു MLA ആകാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? 3-ാം സ്ഥാനത്താണ് വന്നത്. അവിടെ കൃഷ്ണദാസ് നിൽക്കുമ്പോഴും 2-ാം സ്ഥാനത്ത് വന്നില്ല. ഇവിടെ ഇപ്പം വോട്ട് ചെയ്യാൻ ആർക്ക് ചെയ്യും? ഇവിടെ പാലക്കാട് വോട്ട് ചെയ്യാൻ ആർക്ക് ചെയ്യും? ആര്? ഞാൻ ചെയ്യുകയാണെങ്കിലോ? ഞാൻ ചെയ്യുന്നത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ചെയ്യുന്ന വോട്ട് നിങ്ങൾ ചോദിക്കണ്ട. ഞാൻ വോട്ട് ചെയ്യും, അത് എൻ്റെ ഒരു പൗരത്വമാണ്. പക്ഷേ UDF ജയിക്കും. അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം പറഞ്ഞോളൂ. പാലക്കാട് UDF ജയിക്കുമെന്ന് പറയുന്നു. മറ്റേ സംസ്ഥാനത്ത് ഇച്ചിരി വോട്ട്, ഇച്ചിരി സീറ്റുകൾ കുറഞ്ഞാലും, 10 സീറ്റ് കുറഞ്ഞാലും കേരളം LDF തന്നെ ഭരിക്കുമെന്നും പറയുന്നു. അപ്പോൾ അത് ഒരു നിഷ്പക്ഷമായൊരു അഭിപ്രായമാണ്. കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, BJP എത്ര സീറ്റ് കേരളത്തിൽ പിടിക്കും? BJP കേരളത്തിൽ പിടിക്കാൻ പ്രയാസമാണ്. നിയമസഭാ വോട്ട് പിടിക്കാൻ പ്രയാസം. ഒരു സീറ്റ് പിടിച്ചു ചെറിയൻകീഴിൽ, തിരുവനന്തപുരത്ത്. അത് രാജഗോപാലായതുകൊണ്ടാണ്. അയാൾ ആ മനുഷ്യനെ എല്ലാവർക്കും ഒരു കണക്കുണ്ട്. ഒരു BJP കാരനായിട്ട് അയാൾ കണ്ടില്ല. പാർട്ടി BJP ആണ്, ഇല്ല പറയണില്ല. അത് BJP കാരനാണ്, ഇല്ല പറയുന്നില്ല. ഇത് BJPയിൽ വോട്ട് കിട്ടിയവർ ജയിക്കൂല. എങ്കിലും കൂടെ ജനസമ്പർക്കം ഉള്ള ഒരു ആളാണ് രാജഗോപാൽ. പിറ്റത്തെക്കുറി അയാളെ നിർത്തിയില്ല, പോയില്ല. 25 സീറ്റ് കിട്ടുന്നാണ് BJP പറഞ്ഞത്. വട്ടപൂജയോടായി ഒരു സീറ്റ് ഉള്ള ഒരെണ്ണം കൂടി പോകുക ചെയ്തത്. തൃശ്ശൂര് പാർലമെന്റ് കിട്ടിയല്ലോ, അപ്പൊ അത്രയും സീറ്റ് നിയമസഭയിലും കിട്ടത്തില്ലേ? ഒരിക്കലും അത് കിട്ടൂല. നിയമസഭന്റെ വോട്ട് വേറെ, പാർലമെന്റിന്റെ വോട്ട് വേറെ. മോദിയെ ഇഷ്ടമാണോ? മോദിയെ ഇഷ്ടമാണ്. നല്ല ഭരണാധികാരിയാണ്. അയാൾ ഉള്ളത് കൊണ്ടാണ് കുറേ തീവ്രവാദങ്ങൾ കമ്മിയാക്കി. പാകിസ്ഥാൻ പണ്ടേ പട്ടിണിയാണ്, എന്നിട്ട് അവർ ഹുങ്ക് വിടുന്നില്ല. ചുങ്കത്തിലിരിക്കുന്ന മൊണ്ടിനമാര് നാളെ എണീച്ചാലുണ്ടല്ലോ, എണീക്കാൻ പറ്റണ്ടേ, മൊണ്ടിയാണ്. അവര് ഇന്ത്യനോട് നല്ല സൗഹാർദ്ദമായിട്ട് കൂട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ വെല്ലാൻ ഇവിടെ മറ്റൊരു രാജ്യമില്ല. പാകിസ്ഥാൻ ഇന്ത്യനോട് നല്ല നയതന്ത്ര ബന്ധങ്ങൾ, കലവറയില്ലാതെ ബന്ധമുണ്ടെങ്കിൽ അന്ന് പിരിഞ്ഞ ഉടനെ തന്നെ, പാകിസ്ഥാനെ കീറി മുറിച്ച ഉടനെ തന്നെ എല്ലാ കാര്യത്തിലും ഇന്ത്യനോട് യോജിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യൻ കൺട്രിയിൽ ഇന്ത്യ വിട്ട പാകിസ്ഥാൻ എന്നുള്ളൊരു ഗഡ്സ് അവർക്ക് കിട്ടും. അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ മാത്രമല്ല, ഇവർ സമ്പന്നപരമായിട്ടും പ്രതിരോധപരമായിട്ടും മുൻപന്തിയിൽ പാകിസ്ഥാനും എത്തുമായിരുന്നു. പിന്നിലുണ്ടാവും. പക്ഷേ ഇവര് ഇന്ത്യനെ അടിക്കാൻ നോക്കി എന്ത് ചെയ്യാൻ പറ്റും? നുഴഞ്ഞു കയറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ടിട്ടുമല്ല അടിക്കുന്നത്, പിന്നിൽ കൂടി അടിക്കുന്നത്. ഇന്ത്യക്കിപ്പോൾ പിന്നിൽ വരുന്നതും കൂടി മനസ്സിലാക്കാനുള്ള
ത്രാണിയുണ്ട്. പടിപടിയായിട്ട് ഈ ദരിദ്ര നാടല്ല. ഇന്നിപ്പോൾ ആരിലേക്കോ കവിച്ച് വെട്ടി 3-ാം സ്ഥാനത്ത് എത്താൻ പോകും. 4-ാം സ്ഥാനമാണ് ഇപ്പോൾ. അമേരിക്ക വിട്ടുന്നവരൊക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയും ഫ്രാൻസും ഒന്നും അല്ല, ഇന്ത്യയാണ്. അപ്പോൾ അത്രയും പ്രതിരോധ ശക്തി നമ്മളെ ഇതിനകത്ത് വലിയ ഞങ്ങൾക്ക് വീണ്ടും അത്ഭുതം തോന്നുവാണ്. പാലക്കാടിനെ കുറിച്ചുള്ള രാഷ്ട്രീയം, പാലക്കാടിനെ കുറിച്ച് രാഷ്ട്രീയം കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുന്നു. കേരളത്തിനെ കുറിച്ചുള്ള രാഷ്ട്രീയം അവിടെ പിണറായി വിജയൻ ഭരിക്കുമെന്ന് പറയുന്നു. കേന്ദ്രത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയം മോദി ഭരിക്കുമെന്ന് പറയുന്നു. അതിന് കൃത്യമായി ഒരു രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളാണ്, കാരണം മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ വോട്ടിൻ്റെ നിലയെക്കുറിച്ച്, ഇവിടുത്തെ ആൾക്കാരെക്കുറിച്ച്, ഓരോരുത്തരുടെയും ഓരോ MLA-മാരുടെയും കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് തന്നെ കൃത്യമായ ധാരണയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.